ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ദാണ്ടെ ഒരു പാനിലോട്ട് കുറച്ച് തുവരപ്പരിപ്പും പിന്നെ ഒരു 2 വഴുതനങ്ങയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു കറി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാൻ വായോ. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പോളം തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയായി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേവാനും പാകത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നമുക്ക് കുക്കർ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 4 വിസിൽ, അതായത് ഈ പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് കിട്ടണം അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിതൊന്ന് അടുപ്പത്തേക്ക് മാറ്റുന്നുണ്ടേ. ആ ഒരു സമയം ഒരു 2 വഴുതനങ്ങ എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതുപോലെയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പിന്നെ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്തു. ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറൊന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സവാള ഇതുപോലെ അത്യാവശ്യം വലുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. വലിയൊരു തക്കാളി തന്നെ എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം തക്കാളി ചെറുതാണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്ത് അത് 2-3 കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇനി ഇത് വെള്ളം ഒന്നും ചേർക്കാതെ ഇതുപോലെ പേസ്റ്റ് കണക്കിനൊന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചേക്കുന്ന വഴുതനങ്ങ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ വഴുതനങ്ങ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കളർ മാറാതിരിക്കാൻ. എന്നിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ വഴുതനങ്ങേന്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഫസ്റ്റ് ഇതുപോലെ ഈ വഴുതനങ്ങ ഒന്ന് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ കറിയിൽ നിന്നൊക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഒരു 1/4 ഭാഗത്തോളം വെന്ത് ഇതുപോലെ കളർ ഒന്ന് മാറി വരണം. കണ്ടോ, ഇതുപോലെയാണ് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇത് ഈ പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഇതൊന്ന് മാറ്റുന്നുണ്ടേ. വീണ്ടും അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഞാൻ ചേർക്കുന്നില്ല. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചേക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലുള്ളതൊക്കെ അങ്ങോട്ട് വടിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിന്റെ ആ ഒരു പച്ചമണമൊക്കെ നല്ലപോലെ മാറണം. നമ്മൾ പച്ചയായിട്ട് അരച്ചെടുത്തതാണ്. ഇതിനകത്ത് തക്കാളിയുടെയും സവാളേന്റെ ഒക്കെ വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറച്ചൊന്ന് തിക്കായി വരണം കേട്ടോ. പിന്നെ ചെറുതായിട്ട് കളർ ഒന്ന് മാറും. കണ്ടോ, ഇപ്പൊ തന്നെ നായിട്ടുണ്ട്, വെള്ളത്തിന്റെ അംശമൊക്കെ ഒന്ന് വറ്റി പച്ചമുളകൊക്കെ നല്ല പോലെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഒന്ന് കിട്ടേണ്ടത്. അപ്പോൾ 2 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഒന്ന് വഴറ്റി എടുക്കുമ്പോഴേക്കും ശരിയായിക്കോളും. ഇനി നമുക്ക് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാര്യം നേരത്തെ നമ്മൾ പരിപ്പ് വെച്ചപ്പോഴൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടതായിരുന്നു, അതുകൊണ്ട് അത്രയും മതി. ഇനി ഒരു 1.5 ടീസ്പൂണൊക്കെ മല്ലിപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നവരെയും നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മീനൊക്കെ കിട്ടാത്ത ദിവസങ്ങളിലെ ഇതുപോലൊരു കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചോറ് കഴിക്കാം കേട്ടോ. അതായത് മീനില്ലെങ്കിൽ നമുക്ക് ആ ഒരു വിഷമം ഇല്ലാതെ ചോറ് കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം, നല്ലൊരു ടേസ്റ്റുമായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പൊ ദാണ്ടെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി ആ പച്ചമുളകൊക്കെ ഒന്ന് മാറട്ടെ. അതാണ്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തതാണ്, വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടൊന്ന് പിഴിഞ്ഞെടുത്തതാണ്, അത് ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഒന്നുകൂടെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിൽ കിടന്ന് കുറച്ചും കൂടെ ഈ മസാല നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. കാര്യം ഈ പൊടികളുടെ പച്ചമുളകൊക്കെ എന്തെങ്കിലും മാറാനുണ്ടെങ്കിൽ ഇങ്ങനെ ഒരല്പം വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ തിളയ്ക്കുമ്പോഴേക്കും അതൊക്കെ അങ്ങ് മാറി നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ കറി. അപ്പൊ കുറച്ച് സമയം ഇതൊന്ന് തിളച്ച് വരട്ടെ, എണ്ണ തെളിഞ്ഞു വരും ആ ഒരു സമയം വരെ. കണ്ടോ, ഇപ്പൊ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്ന കണ്ടോ, അപ്പൊ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും
ജസ്റ്റ് ഞാൻ ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് ഇനി ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ചേർത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പൊ അതാണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ, ഒരുപാട് വെള്ളമൊന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു പരിപ്പ് വെന്തായിരുന്നു, അതിന്റെ സ്റ്റീം ഒക്കെ പോയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അതും കൂടെ ഇനി ഇതിലേക്ക് ഇന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ അത് കാണിച്ചില്ലെന്നേ ഉള്ളൂ കേട്ടോ. അത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ആ പരിപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ കുക്കറിൽ തന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കാം. കാര്യം ഈ പരിപ്പ് കറി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം വേണം കേട്ടോ, അല്ലെങ്കിൽ അങ്ങ് കുറുകി പോവും. അപ്പൊ വെള്ളം കൂടെ ചേർത്തിട്ട് ഇനി നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ആക്കാം. അതെ, ഇതുപോലെ ഞാനൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഉപ്പൊന്ന് നോക്കിയിട്ട് ചേർത്താൽ മതി. കാര്യം നമ്മൾ പരിപ്പ് വേവിച്ചപ്പോഴൊക്കെ ഉപ്പ് ചേർത്തതാണ്. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദാണ്ട ഉപ്പ് പാകമായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിനി ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് അവിടെ ഇരുന്നൊന്ന് കുക്കായി വരട്ടെ. അപ്പൊ ദാണ്ട് ഒരു 5-6 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റിക്കാൻ നിൽക്കേണ്ട. കാര്യം ഇതിൽ നമ്മൾ തുവരപ്പരിപ്പ് ചേർത്തേക്കുന്നുണ്ട്. കുറച്ചും കൂടെ തണുക്കുമ്പോഴേക്കും നല്ല പോലെ അങ്ങ് കുറച്ചും കൂടെ അങ്ങ് വറ്റാൻ തുടങ്ങും. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് തന്നെ ഇറക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ്. അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പരിപ്പ് വഴുതനങ്ങ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ്. മീനൊക്കെ ഇല്ലാത്ത സമയത്ത് ഒരു വട്ടമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. എന്തായാലും ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ബെസ്റ്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണേ. ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ ചൂട് ചോറിൻ്റെ കൂടെ ഇത് ഒഴിച്ചങ്ങോട്ട് കഴിക്കുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാം ഉച്ചയൂണ് കഴിച്ചായിരുന്നോ? അപ്പൊ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ.